ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് ചോദിക്കുന്ന ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു പ്രീവിയസ് ലെയറിലുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്താണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2024. ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് അല്ലെ SSC എക്സാമിനേഷൻ, എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് അമെൻഡ്മെന്റ്സ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം മെയ്ഡ് it obligatory for the president to act on the advice of the council of ministers? അതായത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് അനുസരിച്ചിട്ട് ആക്ട് ചെയ്യണമെന്നുള്ളത് ഒബ്ലിഗേറ്ററി ആക്കിയത് ഏത് അമെൻമെന്റ് അനുസരിച്ചിട്ടാണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 42nd അമെൻമെന്റ് ആക്ട് ആണ്. 42nd അമെൻമെന്റ് ആക്ട് അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഒത്തിരി അമെൻമെന്റുകൾ വന്ന ഒത്തിരി കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ആക്ടുകൾക്ക് അമെൻമെന്റ് വന്ന ആക്ട് ആണ് എന്ത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 42nd ആക്ടിലാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ 3 വേർഡുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തത്. അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിലാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ബി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്. അടുത്ത ചോദ്യം: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ്, ബി വെരി കെയർഫുൾ, ഇൻകറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫസ്റ്റ് വൺ, ദേ ആർ ബോറോഡ് ഫ്രം ദ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നോ, ബേസിക്കലി നമ്മൾ DPSP എടുക്കുമ്പോൾ DPSP എന്ന് പറയുന്നത് ബോറോ ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. DPSP എന്ന് പറയുന്ന ഐഡിയ എടുത്തിരിക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. തിരിഞ്ഞു പോകരുത്. DPSP എന്ന് പറയുന്ന അതിന്റെ ഉള്ള കോൺസെപ്റ്റ് എടുത്തിരിക്കുന്നത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, ഇത് മൊത്തമായിട്ട് ബോറോ ചെയ്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ്. സോ അപ്പോൾ എന്താണ് ബേസിക്കലി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നോക്കിയാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉത്തരമായി വരുന്ന ഓപ്ഷൻസ് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്താണ്, ഒന്നെങ്കിൽ ഓപ്ഷൻ നമ്പർ ബി ആകും, അല്ലെങ്കിൽ ഓപ്ഷൻ നമ്പർ സി ആകും. രണ്ടാമത്തെ, they have incorporated in the part 4 of the constitution. correct. ഇവ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന part 4 of the constitution ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ എന്ത് ഓപ്ഷൻ ആയിട്ട് വരാൻ പാടില്ല. സോ ഓപ്ഷൻ നമ്പർ സിയും നമുക്ക് കട്ട് ചെയ്ത് വിടാനായിട്ട് പറ്റും. പിന്നെയുള്ളത്, ദേ ആർ ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ. നോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ജസ്റ്റിഷ്യബിൾ ഇൻ നേച്ചർ അല്ല. Then they seek to provide socio-economic base to the democracy. കറക്റ്റ് ആണ്. എന്താണ് ഇന്ത്യയില് എന്താണ് സോഷ്യോ എക്കണോമിക് ബേസ്, ജനാധിപത്യത്തിൽ സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ മൂന്നാമത്തെയാണ്. ഓപ്ഷൻ നമ്പർ ബി ആണ് ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോൾ, the need of a separate parliamentary committee on public undertakings was first visualized by. അതായത് പബ്ലിക് അണ്ടർടേക്കിങ്സിനെ സംബന്ധിച്ചുള്ള ഒരു സ്പെഷ്യൽ പാർലമെന്ററി കമ്മിറ്റി വേണമെന്ന് ആദ്യമായിട്ട് വിഷ്വലൈസ് ചെയ്തത് ഇതിൽ ആരാണ്? സോ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് ഇതിന് ഐഡിയ കൊണ്ടുവന്ന് ലങ്കാസുന്ദരമാണ്. പ്രധാനമായിട്ടും 3 ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഏതൊക്കെയാണ് 3 കമ്മിറ്റികൾ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇവയാണ് 3 ഫിനാൻഷ്യൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് അണ്ടർടേക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നതിന്റെ ആവശ്യകതയെ പറ്റി ആദ്യമായിട്ട് സംസാരിച്ചത് ലങ്കാസുന്ദരമാണ്. നാലാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ഫ്രേസ് preamble is neither a source of power to the legislature or a restriction to the legislative power essentially signify? അതായത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചറിന് അധികാരം നൽകുന്ന ഒരു സോഴ്സ് അല്ല, അതുപോലെ ലെജിസ്ലേച്ചറിന്റെ അധികാരത്തെ റെസ്ട്രിക്ട് ചെയ്യുന്നതുമല്ല എന്നുള്ള ഫ്രേസിന് സിഗ്നിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് താഴെ തന്നിരിക്കുന്നവയിലെയാണ്. ഒന്നാമത്തെ, ലോസ് മെയ്ഡ് ബൈ ദ പാർലമെന്റ് നീഡ് നോട്ട് ടു ബി അഡ്ഹേർഡ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ പ്രിയാമ്പിൾ. അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എന്താണ് പ്രിയാമ്പിളിന്റെ പ്രിൻസിപ്പിളിന് ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. അങ്ങനെ നമുക്ക് പറയാൻ ഒരിക്കലും വല്ല പ്രിൻസിപ്പിളുമായിട്ട് നമുക്ക് മാച്ച് ചെയ്തിരിക്കണം.
Then Parliament cannot make laws inconsistent with the principles enshrined in the preamble. Preamble പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിൾസിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ അതുമായിട്ട് മാച്ച് ആവാത്ത ലോ ഉണ്ടാക്കാനായിട്ട് പാർലമെന്റിന് സാധിക്കില്ല. സോ എന്ന് നമുക്കത് ക്ലിയർ ആയിട്ട് ഈ പറയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. Parliament can amend the preamble without altering the basic structure of the constitution. പാർലമെന്റിന് പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാം, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Preamble serves as guiding framework for interpreting the constitution, provides fundamental principle for parliament to consider when enacting the law. അതായത് ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് preamble എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഗൈഡ് പോലെ ആക്ട് ചെയ്യുന്നു. അതുപോലെ പാർലമെന്റ് നിയമം പാസ്സാക്കുന്ന രീതിയിൽ ഒരു ഫൗണ്ടേഷൻ, അടിസ്ഥാനപരമായ തത്വങ്ങളായിട്ട് preamble നിലകൊള്ളുന്നു. ബേസിക്കലി ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് വരുന്നത് ഓപ്ഷൻ നമ്പർ ഡിക്കാണ്. അതായത് ഈ പറയപ്പെടുന്ന ലോസ് മെയ്ഡ് ബൈ ദ പാർലമെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ ഈ പറയപ്പെടുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന ഫ്രേസുമായിട്ട് ഏറ്റവും മാച്ചിൽ വരുന്നത് ഓപ്ഷൻ നമ്പർ ഡി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ നമ്പർ ഡി സെലക്ട് ചെയ്തത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ: സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രിയാമ്പിൾ. How many above provision foster the concept of fraternity? Fraternity means brotherhood among the Indian constitution. Indian constitutionൽ ഈ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഐഡിയയെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്? നമ്മൾ നോക്കിയ സിംഗിൾ സിറ്റിസൺഷിപ്പ് ശരിയാണ്, കാരണം എല്ലാവർക്കും ഒരേ സിറ്റിസൺഷിപ്പ് മാത്രം. ദാറ്റ് മീൻസ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് എ ടുഗദർനെസ്. കറക്റ്റ് ആണ്. ദെൻ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എല്ലാ ആൾക്കുമുള്ള കൃത്യമായ ഡ്യൂട്ടിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ, ഈ പ്രിയാമ്പിൾ ഈസ് വെരി കോമൺ ഫോർ ദി പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? Preamble is also very common for all the citizens. Then directive principles of state policy is enriched for എന്താണ്? സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റിയെ പറ്റി, സോഷ്യോ എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് എന്തുള്ളത്? ഈ പറയപ്പെടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം എന്താണ്? എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നതിന് വേണ്ടി, എൻഹാൻസിങ് ദ ബ്രദർഹുഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ ഡി, ഓൾ 4 ആണ് ഇതിനകത്ത് ഉത്തരവെന്ന് വരിക. നെക്സ്റ്റ്, ഇന്ത്യൻ ഫെഡറേഷൻ ഇസ് എ ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ്. ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ പാറ്റേണുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്? ഉത്തരം കനേഡിയൻ ഫെഡറേഷൻ ആണ്. കാരണം കനേഡിയൻ ഫെഡറേഷനിലാണ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കാനഡയിലെ ഫെഡറേഷൻ നോക്കുവാണെങ്കിൽ കാനഡയിൽ എന്തുണ്ട്? കാനഡയിൽ ദേ ഹാവ് എ ക്രൗൺ, ദെൻ വി ഹാവ് എ സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് കോമൺസ്. നമ്മൾ ഇന്ത്യയിൽ നോക്കിയാൽ എന്താണ്? പ്രസിഡന്റ് ഉണ്ട്, അതിന് താഴെ ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ കനേഡിയൻ ഫെഡറേഷൻ എന്ന് ഉത്തരം സെലക്ട് ചെയ്യണ കാരണം കനേഡിയൻ ഫെഡറേഷന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. കനേഡിയൻ ഫെഡറേഷൻ ഇസ് എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. സോ ബേസിക്കലി നമ്മളിപ്പോഴേക്ക് ഇന്ത്യയിൽ നോക്കിയാൽ പോലും ഇന്ത്യയിൽ എന്താണ് ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. ആ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂണിയൻ ഈസ് മോർ പവർഫുൾ ദാൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സോ സ്ട്രോങ് സെന്റർ എന്നുള്ള കാര്യം കിടാം. എന്താണ്? കാനഡയിൽ എന്താണ്? ഡ്യുവൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണുള്ളത്. ഇന്ത്യയിലും എന്താണ്? ഡ്യുവൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണുള്ളത്. സോ ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്ന കനേഡിയൻ ഫെഡറേഷനുമായിട്ടാണ് ഏറ്റവും അധികം മാച്ചിൽ വരുന്നത്. ഓപ്ഷൻ നമ്പർ ബി ആണ് ഉത്തരവെന്ന് പറയുന്നത്. With reference to the relationship between fundamental rights enriched in the Constitution and Parliament of India, which of the following statement is correct? ഫണ്ടമെന്റൽ റൈറ്റും പാർലമെന്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏതാണ് ഏറ്റവും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശരിയായ രീതി? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്ട് ആസ് റെസ്ട്രിക്ഷൻ ഓൺ ദ ലോ മേക്കിംഗ് പവർ ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസ്സാക്കാനുള്ള അവകാശത്തെ എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്യുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി അമെൻഡ് ബൈ ദ പാർലമെന്റ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. സോ ക്യാൻ ബി അമെൻഡ് ബൈ ദ പാർലമെന്റ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. നോ, പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാം, ബട്ട് സബ്ജക്റ്റഡ് ടു റീസണബിൾ റെസ്ട്രിക്ഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഓൾവേസ് സുപ്പീരിയർ ടു ദി കോൺസ്റ്റിറ്റ്യൂവന്റ് പവർ ഓഫ് ദി ഇന്ത്യൻ പാർലമെന്റ്. ഫണ്ടമെന്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാൻ പാർലമെന്റിന് പറ്റുന്നുണ്ട് അണ്ടർ സം റീസണബിൾ റെസ്ട്രിക്ഷൻ. സോ ബേസിക്കലി എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണോ ഇന്ത്യൻ പാർലമെന്റ് ആണോ സുപ്പീരിയർ എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അമെൻഡ് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യുന്ന സബ്ജക്ട് ടു ദ ബേസിക് ഫീച്ചർ ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്രാൻഡ് അൺലിമിറ്റഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ടു ദ ഇന്ത്യൻ പാർലമെന്റ്. അൺലിമിറ്റഡ് പവേഴ്സ് കൊടുക്കുന്നില്ല. കാരണം എന്താണ്?
ഇന്ത്യൻ പാർലമെന്റിന് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അമെൻഡ് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം വിത്തൗട്ട് അഫക്ടിങ് ദ ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ലിമിറ്റഡ് പവർ ആണ്. സോ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ട് വരിക. ഫണ്ടമെന്റൽ റൈറ്റ് ആക്ട് ആസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദ ലോ മേക്കിംഗ് പവർ. കാരണം എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യാതെ മാത്രമേ പാർലമെന്റിന് പാർലമെന്റ് നിയമങ്ങൾ പാസ്സാക്കാനോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഫണ്ടമെന്റൽ റൈറ്റിന്റെ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് ഏത് ജൂറിസ്ഡിക്ഷൻ ആണ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ആണോ, ഒറിജിനൽ അപ്പീലേറ്റ് ആണോ, ഏതാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇത് ബേസിക്കലി സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. കാരണം എന്താണ്, സുപ്രീം കോർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ ഒരാൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന വാക്ക് കറക്റ്റ് ആണ്. എക്സ്ക്ലൂസീവ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്യപ്പെടുകഴിഞ്ഞാൽ സുപ്രീം കോർട്ടിൽ മാത്രമല്ല ഹൈക്കോർട്ടിലും റിട്ടുമായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് അല്ല, അതെന്ന് പറയുന്നത് സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയും റൈറ്റിൽ വരുന്നതാണ്. സോ ഇതെന്ന് പറയുന്ന ഒരു ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്, പക്ഷേ എക്സ്ക്ലൂസീവ് അല്ല. ഓപ്ഷൻ നമ്പർ ബി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ഫെഡറൽ ഫീച്ചേഴ്സ്, രണ്ട് എന്താണ് യൂണിറ്ററി ഫീച്ചേഴ്സ്. ഫെഡറൽ ഫീച്ചേഴ്സ് ഒരു ഫെഡറൽ ഫോം ആണെന്ന് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്ന ബൈക്യാമറലിസം. വി ഹാവ് എന്താണ്, രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. ദെൻ ഡ്യുവൽ ഫോം ഓഫ് ഗവൺമെന്റ്. വി ഹാവ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഡ്യുവൽ ഫോം ഓഫ് ഗവൺമെന്റ്. ദെൻ ഡിവിഷൻ ഓഫ് പവർ. നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പവറുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഇതെല്ലാം ഫെഡറൽ ഫീച്ചേഴ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. കാരണം എന്താണ്, പവർ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. ദെൻ റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ് ജുഡീഷ്യൽ പവേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവയെല്ലാം എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫെഡറൽ ഫീച്ചേഴ്സിനാണ് കാണിക്കുന്നത്. എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജുഡീഷ്യറി നിൽക്കുന്നത്? ജുഡീഷ്യറി ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ എക്സിക്യൂട്ടീവ്. കാരണം എന്താണ്, ദാറ്റ് ഷുഡ് ആക്ട് സ്ട്രോങ്. ദെൻ യൂണിറ്ററി ഫീച്ചേഴ്സ് നോക്കിയാൽ എന്താണ്, യൂണിറ്ററി ഫീച്ചേഴ്സ് നോക്കിയാൽ ഒന്ന് എമർജൻസി പവർ. കാരണം എന്താണ്, എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ അധികാരം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്, അല്ലെങ്കിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെൻട്രൽ യൂണിയൻ എക്സിക്യൂട്ടീവിലാണ് വരുന്നത്. ദെൻ അൺഈക്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ രാജ്യസഭ. ഫെഡറൽ ഫീച്ചേഴ്സ് പ്രോപ്പർ ആയിരുന്ന എന്താണ്, എല്ലാ സ്റ്റേറ്റുകളും ഈക്വൽ ആയിട്ട് എന്താ രാജ്യസഭയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടണമായിരുന്നു. പക്ഷേ അല്ല, സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ അനുസരിച്ച് അൺഈക്വൽ ആയിട്ടാണ് എന്ത് രാജ്യസഭാ സീറ്റുകൾ ഓരോ സ്റ്റേറ്റുകളും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു ഫെഡറൽ ഫീച്ചർ അല്ല, അതൊരു യൂണിറ്ററി ഫീച്ചർ ആണ്. അതുപോലെ എന്താണ്, ലോക്സഭ ഈസ് മോർ പവർഫുൾ ദാൻ രാജ്യസഭ. സ്റ്റേറ്റുകൾ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത് രാജ്യസഭയിലാണ്, പക്ഷേ നിയമനിർമ്മാണത്തിൽ അധികാരം കൂടുതൽ ആർക്കാണ്, ലോക്സഭയിലാണ്. സോ ഇതൊക്കെയാണ് യൂണിറ്ററി ഫീച്ചേഴ്സ് ആയിട്ട് വരിക. അപ്പൊ താഴെ തന്നിരിക്കുന്ന നോക്കിയാൽ ഫെഡറൽ ഫീച്ചേഴ്സിൽ ഏതൊക്കെ വരും? ഒന്നെന്ന് പറയുന്നത് റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, കറക്റ്റ്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, കറക്റ്റ് ആണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചർ ആണ്, പക്ഷെ അതൊരിക്കലും ഒരു എന്താണ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫെഡറൽ ഫീച്ചർ അല്ല. ഓഫീസ് ഓഫ് ദ ക്യാഗ് ഡസൻ ഹാവ് നോ ഐഡിയ ടു കണക്ട് വിത്ത് ദ ഫെഡറേഷൻ. സോ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റായ ആൻസേഴ്സ് വന്ന ഓപ്ഷൻ നമ്പർ 1 and 2 ആണ്. സോ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിത്ത് റെഫറൻസ് ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ പ്രിൻസിപ്പിളാണ് കറക്റ്റ് ആയിട്ട് വരിക? ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. സോ ബേസിക്കലി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എവിടെ കറക്റ്റ് വരുന്നത്? ആർട്ടിക്കിൾ 75 ആർട്ടിക്കിൾ 75 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ലോക്സഭയിലേക്ക് കളക്റ്റീവ് റെസ്പോൺസിബിൾ ആണ് ആര്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ അവിടെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭ ക്യാൻ റിമൂവ് ദ മിനിസ്ട്രി ബൈ പാസിംഗ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഫോർ എക്സാമ്പിൾ, കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അവർക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നോൺ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കി ലോക്സഭയ്ക്ക് ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പിരിച്ചുവിടാനായിട്ട് പറ്റും. സോ ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. സിസ്റ്റം ഓഫ് ലീഗൽ റെസ്പോൺസിബിലിറ്റി, ബേസിക്കലി എന്താണ് സിസ്റ്റം ഓഫ് ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നില്ല, ബട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. കാരണം എന്താണ്, മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ആക്ഷൻ അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യുന്ന മിനിസ്ട്രി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻസിന് റെസ്പോൺസിബിൾ ആണ്. സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ബട്ട് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇല്ല. ദേ ആർ നോട്ട് ലീഗലി ബൈൻഡ് ടു ദാറ്റ്. സിസ്റ്റം ഓഫ് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് ഇല്ല.
സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ നമ്പർ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friend, subscribe to our channel, keep watching, keep learning. Thanks for watching. Bye.